ഹലോ ഹായ്. അപ്പോൾ ഒരു വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി. മറ്റൊന്നുമല്ല, നമ്മുടെ ഡിസംബർ 1 ഗുരുവായൂർ ഏകാദശിയുടെ ഒരു വീഡിയോ ആണ്. കുറച്ച് തിരക്കുകൾ കൊണ്ട് അത് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്കിലും അധികം നീട്ടി വലിക്കാതെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞ് ഈ വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ പുനർജനി നൂഴൽ എല്ലാ വർഷത്തെയും പോലെ മിക്ക വർഷവും ഞാൻ പോകാൻ ശ്രമിക്കാറുണ്ട്. ഈ വർഷം അതിനുള്ള ഭാഗ്യമുണ്ടായി. ഇത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമലയിലെ വില്വാദ്രിനാഥ ശ്രീരാമ ക്ഷേത്രത്തിലാണ് ഈ ഒരു പുനർജനി തൊഴിൽ നടക്കുന്നത്. ഒരുപാട് പേര് അവിടെ തൊഴാൻ എത്തുന്ന ഭക്തർ പല ജില്ലകളിൽ നിന്ന് ഇവിടെ എത്താറുണ്ട്. അപ്പോൾ എന്താ പറയുക, അവിടെ പുനർജനി തൊഴാൻ വേണ്ടി നമ്മൾ ശബരിമലയിലെ പോലെ വ്രതം എടുത്തിട്ട് വേണം. അതിനേക്കാളും കഠിനമാണ് ഇത്. വളരെ എന്താ പറയുക, നല്ല ആത്മാർത്ഥമായിട്ട് മനസ്സിരുത്തി നമ്മൾ വ്രതം എടുത്തിട്ട് വേണം അതിൽ നൂഴാൻ. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ കിട്ടും. ഇതാ കാണുന്നതാണ് പുനർജനി നൂഴിൻ്റെ ആ ഗേറ്റ്. അതിനുള്ളിലേക്ക് നമുക്കങ്ങനെ കാണാനൊന്നും പറ്റില്ല, നല്ല ഇരുട്ടായിരിക്കും. ഒരു വിളക്കിൻ്റെ വെട്ടം മാത്രമേ കാണുള്ളൂ. ശ്രദ്ധിച്ച് നോക്കിയാൽ അങ്ങനെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ വരി വരിയായിട്ട് മുകളിലേക്ക് കയറാം. ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ മുകളിലേക്ക് മലയുടെ മുകളിലേക്ക് കയറി വരാനുണ്ടെന്നാണ് പറയുന്നത്. താഴേന്ന് മുകളിലേക്ക് എത്താൻ നമ്മൾ നടന്നൊന്നും വരുന്ന പോലെയല്ല അത്. നമ്മൾ കിടന്ന് നിരങ്ങി നീങ്ങിയിട്ട് വേണം മുകളിലെത്താൻ. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മുൻജന്മ പാപങ്ങൾ വരെ തീർന്നു പോകുമെന്നൊക്കെ പറയുന്നത്. അത് നൂഴാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. ടോക്കൺ എടുത്തിട്ടാണ് ഇരിക്കുന്നത്. വളരെ എന്താ പറയുക, എനിക്ക് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. നല്ല ധൈര്യം വേണം. അതിൻ്റെ ഉള്ളിൽ വെളിച്ചമൊന്നുമില്ല, കൂരിരുട്ടാണ്. ഓരോരുത്തർ പുറകിൽ ഇങ്ങനെ പിടിച്ച് അങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുന്നതാണ് ഇതിൽ കണ്ട. മുകളിലേക്ക് കയറി വരുന്നൊരു സംഭവം നിങ്ങൾ കാണുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ കാണിക്കാം. അതിനകത്ത് എന്തെല്ലാം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് അറിയില്ല. ഈ കുറുക്കന്മാരുടെ ഈ ഒരു സ്മെല്ലൊക്കെ ആ ഗുഹയുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ കയറാൻ പറ്റാതെ ചിലർ കുടുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നു. ഇത്തവണ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരാളെ ഇറങ്ങി മുകളിലേക്ക് വലിക്കും. ചിലർക്ക് അവർ തന്നെ കയറി വരുന്നുണ്ടോ. ഒരാൾ കൈ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറയും ഞാൻ തന്നെ കയറി വന്നോളാമെന്നാണ് ആൾ പറഞ്ഞ് നിൽക്കുന്നത്. എന്തായാലും സമ്മതിക്കണം, അതിനൊരു ധൈര്യം തന്നെ വേണം. ശബരിമല പോലെയല്ല, അതിനേക്കാളും ഭയങ്കര ഇതാണ്. അത് മുകളിലേക്ക് കയറി പോകുന്നു, ഇത് താഴേന്ന് അത് നടന്നു പോകുന്നു, ഇത് കിടന്ന് നിരങ്ങി മുകളിലേക്ക് വരുന്നു. അതാണ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ എന്തായാലും പറ്റുന്നവർ ഇതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ ജീവിതത്തിലൊരു ഭാഗ്യമാണ് കാണാൻ.